ഹായ് ഫ്രണ്ട്സ്, മൈ ക്രിയേഷൻസ് ആൻഡ് മീ അറ്റ് ഫൺ ലൈഫ് വിത്ത് ദീപ്തിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ടേസ്റ്റും സിമ്പിളും ആയിട്ടുള്ള നല്ലൊരു പാലൈസാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഇപ്പം മോൾഡൊന്നും വാങ്ങിച്ച് പൈസയൊന്നും കളയണ്ട. നമ്മൾ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായാലൊന്ന് ലൈക്കൊക്കെ അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പാലൈസ് തയ്യാറാക്കാൻ ഞാൻ ആദ്യമേ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പാലൈസൊക്കെ തയ്യാറാക്കുമ്പോഴേക്കും പച്ച സേമിയ എടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ആ സേമിയ ഞാൻ നെയ്യിലൊന്ന് ചെറിയ ഗോൾഡൻ ബ്രൗൺ ആക്കി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ 3 ചെറിയ ടീസ്പൂണ് സേമിയാണ് കേട്ടോ എടുത്തത്. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര ഗ്ലാസ് വെള്ളമുണ്ട് ചേർത്തത്. അപ്പോൾ ഈ വെള്ളത്തിലിരുന്ന് പകുതി വേവിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സേമിയ പകുതി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് കാണും കേട്ടോ. എന്നിട്ട് ഈ പാലിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കണ്ടില്ലേ, ദാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഒരല്പം മുന്നിൽ നിൽക്കണം. അപ്പോഴാണ് പാലൈസ് തയ്യാറായിട്ട് വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഐസായി കഴിയുമ്പോഴേക്കും പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ മധുരം ഒരല്പം മുന്നിട്ട് നിൽക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഇതാ ഏലക്കപ്പൊടിയാണ്, 2 ഏലക്കയുടെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏലക്കയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് ചേർക്കാം. ഇത് തയ്യാറായി കഴിഞ്ഞ് ഓഫ് ചെയ്യില്ലേ, ആ ഒരു ടൈമിൽ 2 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ വാനില എസൻസ് ഒന്നും എപ്പോഴും കാണില്ല, അതുകൊണ്ടാണ് ഞാൻ ഏലക്കപ്പൊടി ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മാത്രം ഞാൻ ഉപ്പൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തത് പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവാതിരിക്കാനും പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ സേമിയ പായസം തയ്യാറാക്കില്ലേ, ആ ഒരു രീതി തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രം. നന്നായിട്ട് ലൂസായിട്ടിരിക്കണം. നമ്മൾ പായസം കുറച്ച് തിക്കായിരിക്കില്ലേ, എത്രത്തോളം വാട്ടർ കണ്ടൻ്റാണ് കൂടുതലെങ്കിൽ അത്രത്തോളം ഫാസ്റ്റായിട്ട് ഇത് ഐസാകും. തിക്കായിട്ടിരിക്കും തോറും ഐസ് പിടിക്കാനായിട്ട് താമസം വരും. അപ്പോൾ നന്നായിട്ട് ലൂസായിട്ടിരിക്കണം കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്ന കുട്ടികൾ കഴിച്ച മിഠായിയുടെ കണ്ടെയ്നർ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള കുഴിഞ്ഞ പാത്രത്തിലേക്ക് ഇത് തയ്യാറാക്കാം കേട്ടോ. ഇനി നമ്മളിത് ഫോയിൽ പേപ്പർ കൊണ്ട് ഇതിൻ്റെ വായൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത്. നമുക്ക് ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഇത് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, അതാണെങ്കിലും ഇതുപോലെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇറുക്കിലിയാണ് ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇറുക്കിലില്ലെങ്കിൽ നമ്മുടെ ചെറിയ സ്പൂണില്ലേ, അതിൻ്റെ പുറകുവശമൊക്കെ ഒന്ന് കുത്തി ഇതിലേക്ക് ഇറക്കി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ഇറുക്കിലിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ മരത്തിൽ നിന്ന് പറിച്ച ഉടനെ കഴുകിയെടുത്ത ഇറുക്കിലിയാണേ. അല്ലാതെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇറുക്കിലൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഓരോ കണ്ടെയ്നറും നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിറച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കണം. ഈ ഒരു പായസം പോലെ തയ്യാറാക്കുന്ന മിക്സിന് നന്നായിട്ട് ലൂസായിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് തിക്കായി കിട്ടുള്ളൂ. എല്ലാവരും പറയുന്ന കേൾക്കാം, നമ്മൾ തയ്യാറാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കട്ടയായി കിട്ടുന്നില്ല, ഐസായി കിട്ടുന്നില്ല എന്നൊക്കെ. അത് വാട്ടർ കണ്ടൻറ്റ് കുറയുന്നത് കൊണ്ടിട്ടാണ്. നന്നായിട്ട് കുറുകിയിരുന്നാൽ ഇത് കട്ട പിടിക്കാനായിട്ട് താമസം വരും. അതുകൊണ്ട് വെള്ളം പോലെ ഇരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാനൊരു 2 സ്റ്റീൽ ഗ്ലാസ്സിൽ കൂടെ ഇതൊന്ന് പകർത്തി ഇതുപോലെ വായ്ഭാഗം ഒന്ന് അടച്ച് ഇറുക്കിൽ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ രാത്രിയാണ് തയ്യാറാക്കി വെക്കുന്നത്. കാരണം കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ഇതൊന്നും ഐസ് പിടിക്കാനായിട്ട് അവർ സമയമൊന്നും കൊടുക്കില്ല. അപ്പം തുറന്ന് നോക്കും. അപ്പോൾ നമ്മൾ ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് നമ്മൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ഫ്രിഡ്ജിൻ്റെയും കൂളിംഗ് അനുസരിച്ച് ഇത് ഐസ് പിടിക്കാനും താമസം വരും കേട്ടോ. ഫ്രീസറിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അടച്ചതിന് ശേഷം നമ്മൾ കൂളിംഗ് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കണം.
ഞാൻ രാത്രിയാണ് ഇത് തയ്യാറാക്കി വെച്ചത്. പിറ്റേ ദിവസം രാത്രിയാണ് ഞാനിത് എടുക്കുന്നതും കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് ഐസ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കുന്നുണ്ട്, കണ്ടില്ലേ നന്നായിട്ട് ഐസ് പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അധികമൊന്നും എടുക്കുന്നില്ല, ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളിതാ ഈ ഒരു ഫോയിൽ പേപ്പർ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്യുക. ശേഷം നമ്മുടെ ഈ ഒരു പാത്രയിലെ കയ്യിലിട്ടൊന്ന് തിരിച്ചു കൊടുത്തിട്ട് തട്ടിക്കൊടുത്താൽ മതി, നേരെ കീഴ്പോട്ടാക്കി തട്ടിക്കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കും. കണ്ടില്ലേ, നമ്മൾ മോൾഡൊന്നും മേടിച്ച് പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ തന്നെ പാലൈസൊക്കെ തയ്യാറാക്കി എടുക്കാം. നമ്മൾ തന്നെ തയ്യാറാക്കിയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കണം. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിലേയും കൂടെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്ലാസ്സിൽ 2 ഇറുക്കിലിൻ്റെ സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്ലാസ്സിൽ കുറച്ച് അധികം ഉണ്ടല്ലോ. ഇതുപോലെ കൈകൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് താഴേലേക്കാക്കി തട്ടിയാൽ ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് പിള്ളേർ വന്ന് കൈ ഇടുന്നുണ്ട് കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.